സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റാണ് ആക്സലറേഷൻ. ഓക്കെ, നമുക്കറിയാം സാധാരണഗതിയിൽ ഒരു വസ്തു മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു വസ്തുവിൻ്റെ വെലോസിറ്റി മാറുകയാണെങ്കിൽ ആ വസ്തുവിന് ആക്സലറേഷൻ ഉണ്ട് എന്ന് പറയാം. മനസ്സിലായില്ലേ? അതായത് വെലോസിറ്റി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ വസ്തുവിന് എന്തുണ്ട്? ആക്സലറേഷൻ ഉണ്ട്. ഓക്കെ, സോ വി ക്യാൻ ഡിഫൈൻ ആക്സലറേഷൻ ആസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ഓക്കെ, പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണ് ആക്സലറേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി ആക്സലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. അതായത് ഒരു വസ്തു ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ആ സ്റ്റാർട്ടിംഗ് ടൈം നമ്മൾ 0 ആയിട്ട് എടുക്കുന്നു. ആ സമയത്ത് അതിൻ്റെ വെലോസിറ്റിയാണ് u, ആൻഡ് ദിസ് ഈസ് കോൾഡ് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ ബോഡി. ഓക്കെ, അതിനുശേഷം ഈ വസ്തു എന്ത് ചെയ്യുന്നു? ട്രാവൽ ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോവാണ്. എന്നിട്ട് ഏതോ ഒരു പോയിന്റിലെത്തി. ആ പോയിന്റിൽ എത്താൻ എടുക്കുന്ന ടൈം, അല്ലെങ്കിൽ ആ പോയിന്റിൽ എത്തുമ്പോഴുള്ള ടൈം t ആണ്. ഓക്കെ, ആ സമയത്ത് അതിൻ്റെ വെലോസിറ്റി v ആയി മാറി. അപ്പോൾ നമുക്ക് പറയാം ഈ വസ്തുവിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്? ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിന് എന്തുണ്ട്? ആക്സലറേഷൻ ഉണ്ട്. ആ ആക്സലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ശരിയല്ലേ? ഹൗ കെൻ യു ഫൈൻഡ് ചേഞ്ച്? Change means final velocity minus initial. Okay, change in velocity means how can we find the change of change in a quantity? അപ്പോൾ നമുക്കറിയാം ഏതൊരു ക്വാണ്ടിറ്റിയുടെയും ചേഞ്ച് കണ്ടുപിടിക്കുന്നത് അതിൻ്റെ ഫൈനൽ വാല്യൂവിൽ നിന്ന് ഇനീഷ്യൽ വാല്യൂ സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെയുള്ള ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് v ആണ്. ദിസ് ഈസ് കോൾഡ് ഫൈനൽ വെലോസിറ്റി. ഇനീഷ്യൽ വെലോസിറ്റി ആണ് u. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ v മൈനസ് u ആണ്. സോ v മൈനസ് u ഡിവൈഡഡ് ബൈ ടൈം. എത്രയാണ് ടൈം എടുത്തിരിക്കുന്നത്? t equal to 0 to t equal to t. So the time interval is what? t. That is t minus 0. That is equal to t. മനസ്സിലായല്ലോ? ഇനി നമുക്കൊരു കാര്യം കൂടി മനസ്സിലാക്കാം. ആക്സലറേഷൻ എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന് ഡയറക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് എ ഡയറക്ഷൻ ഓഫ് ആക്സലറേഷൻ എന്ന് ചോദിച്ചാൽ വസ്തു മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ആണോ? അല്ല, ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാന്ന് ചോദിച്ചാൽ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി. അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ആണ് ആക്സലറേഷന്റെ ഡയറക്ഷൻ. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ SI യൂണിറ്റ് എന്താണ്? അപ്പൊ SI യൂണിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പൊ നമുക്കറിയാം ആക്സലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് തന്നെയാണ് ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ യൂണിറ്റ് ഡിവൈഡഡ് ബൈ time, that is second. So you will get it is equal to meter per second square. Okay, or you can write this is equal to meter second raised to minus 2. So this is the unit of acceleration. മനസ്സിലായല്ലോ? അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ടൈപ്സ് ഓഫ് ആക്സലറേഷൻ. അതിൽ ഒന്നാമത്തതായിട്ട് പോസിറ്റീവ് ആക്സലറേഷൻ എന്താണെന്ന് നോക്കാം. നമുക്കറിയാം ആക്സലറേഷൻ is given by a is equal to v minus u divided by t, rate of change of velocity. ഓക്കെ, നിങ്ങൾ വിചാരിക്കൂ ഒരു വസ്തുവിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ എന്താ കിട്ടുക? ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു 5 മൈനസ് 2 ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ പോസിറ്റീവ് വാല്യൂ. സോ ആക്സലറേഷൻ ഈസ് പോസിറ്റീവ് വെൻ ദ വെലോസിറ്റി ഓഫ് ദ ബോഡി increases. Acceleration positive ആയി. So we can say that acceleration of a body is positive when the velocity increases. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി പറയാം. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആക്സലറേഷനും വെലോസിറ്റിയും ഒരേ ഡയറക്ഷനിലായിരിക്കും. ആ ഒരു പോയിന്റ് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, വെലോസിറ്റി ഇൻക്രീസസ് when the direction of acceleration and velocity are same because both are vector quantities. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അടുത്തതാണ് നെഗറ്റീവ് ആക്സലറേഷൻ. ഹിയർ ഓൾസോ വി ക്യാൻ റൈറ്റ് a is equal to v minus u divided by t. ഓക്കെ, ഇവിടെ നിങ്ങൾ വിചാരിക്കുക ഒരു വസ്തുവിൻ്റെ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആക്സലറേഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് ഈക്വൽ ടു 0 മൈനസ് 5 ഡിവൈഡഡ് ബൈ ടൈം. സോ വി ഗെറ്റ് വാട്ട്? എ നെഗറ്റീവ് വാല്യൂ. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ആക്സലറേഷൻ എപ്പോഴാണ് നെഗറ്റീവ് ആയത്? വെൻ ദ വെലോസിറ്റി ഓഫ് ദ ബോഡി ഡിക്രീസസ്. ശരിയല്ലേ? സോ വി ക്യാൻ സേ ആക്സലറേഷൻ
of a body is negative when the velocity of the body decreases. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്. ഈ നെഗറ്റീവ് ആക്സലറേഷൻ വിളിക്കുന്ന പേരാണ് റിട്ടാർഡേഷൻ ഓർ ഡീസലറേഷൻ. നെഗറ്റീവ് ആക്സലറേഷൻ ഈസ് കോൾഡ് റിട്ടാർഡേഷൻ ഓർ ഡീസലറേഷൻ. മനസ്സിലായില്ലേ? അപ്പോൾ എങ്ങനെയാണ് റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഡീസലറേഷൻ കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം റിട്ടാർഡേഷൻ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ആക്സലറേഷൻ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ കണ്ടുപിടിച്ചിട്ട് അതിന് എന്ത് കൊടുത്താൽ മതി? ഒരു നെഗറ്റീവ് സൈൻ കൊടുത്താൽ നിങ്ങൾക്ക് റിട്ടാർഡേഷൻ കിട്ടും. മനസ്സിലായല്ലോ? ഇനി ഞാൻ പറയുന്ന വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഒരു വസ്തുവിന്റെ വെലോസിറ്റി ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിന് ഡീസലറേഷൻ ആണ് ഉള്ളത് അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ആണ് ഉള്ളത് എന്ന് പറയും. മനസ്സിലായില്ലേ? അതിന് വേറൊരു മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ വെലോസിറ്റി കുറയണമെങ്കിൽ വെലോസിറ്റിയുടെയും ആക്സലറേഷന്റെയും ഡയറക്ഷൻ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കണം. മനസ്സിലായില്ലേ? സോ ദാറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. വെൻ ദ വെലോസിറ്റി ഓഫ് ദ ബോഡി ഡിക്രീസസ് ഇറ്റ് മീൻസ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ആർ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. മനസ്സിലായല്ലോ? അടുത്തതാണ് യൂണിഫോം ആക്സലറേഷൻ. നമുക്കറിയാം യൂണിഫോം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കോൺസ്റ്റന്റ് എന്നാണ്. സോ ഇറ്റ് മീൻസ് ആക്സലറേഷൻ ഓഫ് ദ ബോഡി ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ, സോ നമുക്കിനി നമുക്കറിയേണ്ടത് എപ്പോഴാണ് ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആവുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു വസ്തുവിന്റെ മോഷൻ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഒരു വസ്തു മൂവ് ചെയ്യുന്നു. ആ മൂവ് ചെയ്യുന്ന വസ്തുവിന്റെ ചേഞ്ച് ഇൻ വെലോസിറ്റി ഞാൻ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ആ ചേഞ്ചിന് എടുക്കുന്ന സമയം, ടൈം ഇന്റർവെൽ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇതിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആക്സലറേഷൻ കിട്ടും. മനസ്സിലായില്ലേ? ഞാൻ ഇവിടെ കൺസിഡർ ചെയ്ത വസ്തുവിന്റെ ചേഞ്ച് ഇൻ വെലോസിറ്റി എങ്ങനെയാണ്? 2 സെക്കൻഡിൽ എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് ചേഞ്ച് ചെയ്തത്. അടുത്ത 2 സെക്കൻഡിലോ വെലോസിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ടേബിൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമിൽ വസ്തുവിനുണ്ടാവുന്ന ചേഞ്ച് ഇൻ വെലോസിറ്റി എന്താണ്? ഈക്വൽ ആണ്. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആക്സലറേഷൻ എത്രയാണ്? ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ഇന്റർവെൽ. സോ 5/2 that will give what? 2.5. Okay, so acceleration is what? Constant. അപ്പോൾ നമുക്ക് പറയാം acceleration of a body is when velocity changes equally in equal interval of time. ശരിയല്ലേ? So we can say acceleration of a body is uniform when the change in velocity is equal in equal intervals of time. Okay. ഇനി ഇവിടെയുള്ള കേസിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. യൂണിഫോം ആക്സലറേഷൻ ആണെങ്കിൽ ഈ ഒരു കേസിൽ ഏവറേജ് ആക്സലറേഷനും അതുപോലെ തന്നെ ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷനും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ഏവറേജ് ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് നോൺ യൂണിഫോം ആക്സലറേഷൻ. നമുക്കറിയാം നോൺ യൂണിഫോം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ യൂണിഫോം അല്ല എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് അല്ല. ദാറ്റ് മീൻസ് ആക്സലറേഷൻ ഓഫ് എ ബോഡി ഈസ് എ വേരിയബിൾ. ഇറ്റ് ഈസ് നോട്ട് എ കോൺസ്റ്റന്റ്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വേരിയബിൾ ആക്സലറേഷൻ. ഓക്കെ, ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വസ്തുവിന്റെ മോഷൻ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അത് മൂവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ചേഞ്ച് ഇൻ വെലോസിറ്റി ഞാൻ നോട്ട് ചെയ്തു, ടൈം ഇന്റർവെൽ നോട്ട് ചെയ്തു, ഇതിന്റെ റേഷ്യോ എടുത്താൽ നമുക്ക് ആക്സലറേഷൻ കിട്ടും. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി എങ്ങനെയാണ്? സെയിം ആണോ? അല്ല, ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിഫറൻ്റ് ആണ്. ശരിയല്ലേ? അതുപോലെ ടൈം ഇന്റർവെൽ നോക്കൂ, ടൈം ഇന്റർവെൽ എന്താണ്? ഈക്വൽ ആണ്. ശരിയല്ലേ? ആ സമയത്ത് ഇതിന്റെ റേഷ്യോ എടുത്താൽ എന്താ കിട്ടുക? 5/2 ഈസ് ഈക്വൽ ടു 2.5, 8/2 ഈസ് ഈക്വൽ ടു 4, 3/2 ഈസ് ഈക്വൽ ടു 1.5, 4/2 ഈസ് ഈക്വൽ ടു 2. മീൻസ് ആക്സലറേഷൻ ഓഫ് ദ ബോഡി ഈസ് നോട്ട് കോൺസ്റ്റന്റ്. അപ്പൊ ഇത് എപ്പോഴാണ് നോൺ യൂണിഫോം ആയത്? ചേഞ്ച് ഇൻ വെലോസിറ്റി അൺഈക്വൽ ആയിട്ട്, ചേഞ്ച് ഇൻ വെലോസിറ്റി അൺഈക്വൽ ആണ്, ബട്ട് ദ ടൈം ഇന്റർവെൽ ഈസ് ഈക്വൽ. അപ്പൊ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി അൺഈക്വൽ ആണെങ്കിൽ ആക്സലറേഷൻ എന്താണ്? നോൺ യൂണിഫോം ആണ്. ശരിയല്ലേ? ഓക്കെ, സോ വി ക്യാൻ സേ ആക്സലറേഷൻ ഓഫ് എ ബോഡി ഈസ് നോൺ യൂണിഫോം വെൻ ദ വെലോസിറ്റി ഓഫ് ദ ബോഡി changes unequally in equal intervals of time. മനസ്സിലായല്ലോ? Okay, in the case of non-uniform motion, we can define two terms called average acceleration and instantaneous acceleration.
Now we can study average acceleration. Average acceleration means it is the ratio of total change in velocity to the total time interval. Okay, total change in velocity is given by v minus u divided by t. V is the final velocity, u is the initial velocity, t is the time interval. Okay, and we can rewrite this as delta v divided by delta t. Change in velocity divided by time interval. Okay, so this is the equation for average acceleration. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്തതാണ് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ. നമ്മൾ ഓൾറെഡി ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് പഠിച്ചിട്ടുണ്ട്, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി പഠിച്ചിട്ടുണ്ട്, അതിന്റെ കേസുകൾ നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷനും. സോ വി ക്യാൻ ഡിഫൈൻ ആക്സലറേഷൻ, ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ ആസ് ദ ആക്സലറേഷൻ ഓഫ് എ ബോഡി അറ്റ് എൻ ഇൻസ്റ്റന്റ്. ഓക്കെ, ഒരു ഇൻസ്റ്റന്റിലുള്ള ഒരു വസ്തുവിന്റെ ആക്സലറേഷൻ ആണ് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ എന്ന് പറയാം. ആൻഡ് വി നോ ഇൻസ്റ്റന്റ് മീൻസ് small interval of time. Okay, that is delta t tending to 0. മനസ്സിലായോ? അപ്പോൾ ഈ ചെറിയൊരു ടൈം ഇന്റർവെല്ലിൽ ഒരു ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ട്. സോ യു ക്യാൻ ഫൈൻഡ് ദ ആക്സലറേഷൻ ആസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ദാറ്റ് സ്മോൾ ഇന്റർവെൽ ഓഫ് that small change in velocity divided by small interval of time. That also gives what? Average acceleration. അതും തരുന്നത് എന്ത് തന്നെയാണ്? ആവറേജ് ആക്സലറേഷൻ തന്നെയാണ്. പക്ഷേ ഈ ഒരു ആവറേജ് ആക്സലറേഷൻ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ എന്ന് വിളിക്കാം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടെ ടൈം ഇന്റർവൽ വളരെ വളരെ ചെറുതായതുകൊണ്ട്. അതുകൊണ്ട് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ എന്ന് പറയുന്നത് ആവറേജ് ആക്സലറേഷൻ്റെ ഒരു ലിമിറ്റ് ആണ്, ഒരു ലിമിറ്റിംഗ് കേസ് ആണ്. ഓക്കെ, സോ വി ക്യാൻ ഡിഫൈൻ ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ ആസ് ദ limit of average acceleration as the time interval is very small, that is delta t tending to 0. Okay, instantaneous acceleration കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് a instantaneous is equal to limit delta t tending to 0 delta v divided by delta t. Here delta v by delta t is actually average acceleration. Okay, so it is the limiting case of average acceleration, and we can rewrite this equation, that is limit delta t tending to 0 delta v by delta t as dv by dt. Okay, so we can say that instantaneous acceleration is the first order differential of velocity. First order differential of velocity gives what? Instantaneous acceleration, or we can rewrite it as d square x divided by dt square. Okay, d square x by dt square, that is, it is the second order differential of displacement. Okay, we already know that velocity is given by dx divided by dt, and here the instantaneous acceleration is given by dv divided by dt. Okay, so we can rewrite this as d by dt of v. What is v here? V is dx divided by dt. Okay, so d by dt of dx by dt, so d into d, that is actually d square x divide by dt into dt square. Okay, so this is the equation for instantaneous acceleration. Okay, അപ്പോൾ വെലോസിറ്റിയെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് ആക്സലറേഷൻ കിട്ടും. ഡിസ്പ്ലേസ്മെന്റിനെ എത്ര പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം? 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ കിട്ടും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.